പ്രകൃതി അതിൻ്റെ പച്ചപ്പ് കൊണ്ട് മനോഹരമാക്കി തീർത്ത ഇടമാണ് കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൊഴി. ജില്ലയിലെ പ്രധാന ജലസംഭരണികളിലൊന്നായ കുറ്റ്യാടി ഡാമാണ് ഈ കാണുന്നത്. ഈ ഡാമിലാണ് നമ്മുടെ മഹാന്മാരുടെ പേരിൽ മരങ്ങൾ നട്ടിട്ടുള്ള സ്മൃതിവനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് മഹാന്മാർ മരങ്ങളായി ജീവിക്കുന്നത്. സമാനതകളില്ലാത്ത വിധത്തിലുള്ള ഒരു സ്മാരകം. നമ്മുടെ ദേശീയ നേതാക്കന്മാരുൾപ്പെടെ 32 മഹാത്മാക്കളുടെ ഓർമ്മയ്ക്കായി നട്ട 32 ഇനം മരങ്ങൾ. വടവൃക്ഷമായി മഹാത്മാഗാന്ധിയും, പുളിമരമായി ജാകിർ ഹുസൈനും, താന്നിമരമായി മൗലാന അബ്ദുൽ കലാം ആസാദും, മഹാഗണിയായി ബാലഗംഗാധര തിലകനും, തേക്കായി ചന്തുമേനോനും തുടങ്ങി ആശാനും ഉള്ളൂരിനും വള്ളത്തോളിനും എല്ലാവർക്കും ഇവിടെ സ്ഥാനമുണ്ടായിരുന്നു. സർക്കാർ രേഖകളിൽ സ്മൃതിവനം എന്നാണ് പേരെങ്കിലും നാട്ടുകാർ പറയുന്നത് സ്മാരകക്കുന്ന് എന്നാണ്. ഇന്നും പുറംലോകത്ത് അധികം ആർക്കും അറിയാത്ത സർക്കാർ സ്മാരകം. നാട്ടിലെ പണ്ട് മുതലേ സ്മാരകക്കുന്നെന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെട്ടു വരുന്ന ഈ സ്ഥലം സ്മൃതിവനമാണെന്ന പേരും അതിൻ്റെ സ്മൃതിവനം എന്ന പേരുണ്ടെന്നും ഇതിൻ്റെ വളരെ പ്രാധാന്യമുള്ളതാണെന്നും ഈ അടുത്ത കാലത്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പം ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളും മറ്റ് ഇവിടെ വരുന്ന ആൾക്കാർക്കും അതിൻ്റെ മൊഴി അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടം കണ്ടു പോവുക എന്നല്ലാതെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഇതോ ഇപ്പോൾ നിലവിൽ ഇല്ല. 1972 അന്നത്തെ വനമന്ത്രിയായിരുന്ന KG അടിയോടിയായിരുന്നു ഈ ദ്വീപിൽ മഹാന്മാരുടെ പേരിൽ മരങ്ങൾ നടാൻ മുൻകൈയെടുത്തത്. തുടർന്ന് അന്നത്തെ പേരാമ്പ്ര CKG ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. മഹാന്മാരുടെ പേരിൽ മരങ്ങൾ നട്ടിട്ടുള്ള ഈ കൊച്ചുദ്വീപിൽ നമ്മുടെ ആധുനിക കവിത്രയങ്ങളായ ആശാനും ഉള്ളൂരിനും വള്ളത്തോളിനും എല്ലാം സ്ഥാനമുണ്ട്. എന്നാൽ നമ്മുടെ അധികൃതരുടെ അനാസ്ഥ മൂലം ഇന്ന് അവയ്ക്കെല്ലാം നാശം സംഭവിച്ചിരിക്കുന്നു. ജില്ലയിലെ കൃഷിക്കും നഗരത്തിലേക്കുള്ള കുടിവെള്ള ആവശ്യത്തിനും വേണ്ടി നിർമ്മിച്ച കുറ്റ്യാടി ഡാമിലെ 1/2 ഹെക്ടർ ദ്വീപിലാണ് സ്മൃതിവനം. കരയിൽ നിന്ന് 700 മീറ്ററിലധികം ജലസംഭരണിയിലൂടെ യാത്ര ചെയ്തു വേണം സ്മൃതിവനത്തിലെത്താൻ. സ്മൃതിവനത്തിന് തൊട്ടടുത്തായി മറ്റൊരു കുന്നുണ്ട്, പക്ഷിക്കുന്ന്. ജലാശയത്തിലെ മറ്റൊരു ദ്വീപാണത്. കശുമാവും മറ്റ് ഫലവൃക്ഷങ്ങളുമെല്ലാം നിറഞ്ഞിരുന്ന ഒരു കാലം ഇതിനുണ്ടായിരുന്നു. അക്കാലത്ത് പക്ഷികൾക്ക് ചേക്കേറാനായി ഇവിടെ ചില്ലുകൊട്ടാരവുമുണ്ടായിരുന്നു. എന്നാൽ ഇന്നതെല്ലാം നശിച്ചിരിക്കുന്നു. ബോട്ട് സർവീസ് ഉണ്ടായിരുന്നപ്പോൾ പ്രകൃതി സ്നേഹികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സ്മൃതിവനവും പക്ഷിക്കുന്നും സന്ദർശിക്കാനെത്തിയിരുന്നു. പഴയ കാലഘട്ടത്തിലെ ഒരു സുവർണകാലം, അതായത് വളരെയേറെ ടൂറിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന ഈ മേഖലയിൽ, പ്രത്യേകിച്ചും സ്മൃതിവനം അവിടെയുള്ള പവിഴദ്വീപുകളിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു സുവർണ കാലമുണ്ടായിരുന്നു. ആ കാലമൊക്കെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വിസ്മൃതിയിൽ വന്നിരിക്കുകയാണ്. ബോട്ട് അടുപ്പിക്കുന്നതിന് ബോട്ട് ജെട്ടിയും പടവുകളും പഴയ കാലത്തിന്റെ സ്മാരകമായി ഇന്നും നിലനിൽക്കുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനാണ് 2 ദ്വീപുകളുടെയും സംരക്ഷണ ചുമതല. കുറെ കാലം മുൻപ് വരെ ഇവിടെ മരങ്ങൾ സംരക്ഷിക്കപ്പെട്ടെങ്കിലും വിലപിടിപ്പുള്ള പല മരങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിലുണ്ടായിരുന്ന ചന്ദനമരം ഇപ്പോൾ സർക്കാരിന്റെ രേഖകളിൽ മാത്രമായി. മാരാക്കുന്നെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ചെറുപ്പകാലം മുതലേ ഇവിടെ കാണുന്ന ഒരു കുന്നാണ്. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ അത് ആരും തിരിഞ്ഞു നോക്കാത്ത കൊണ്ട് അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഒരുപാട് വൃക്ഷങ്ങളുള്ള ഒരു പേരുകേട്ട വൃക്ഷങ്ങളൊക്കെയുള്ള സ്ഥലമായിരുന്നു.
പല മത്സര പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു മഹാത്മാക്കളുടെ പേരിൽ നട്ടിരിക്കുന്ന സ്മൃതിവനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന്. നിരവധി സഞ്ചാരികൾ എത്തിയിരുന്ന ഒരു സുവർണകാലമുണ്ടായിരുന്നു പെരുവണ്ണാമൊഴിയിലെ ഈ സ്മൃതിവനത്തിനും പക്ഷിക്കുന്നിനും. പക്ഷേ ഇന്നതെല്ലാം നഷ്ടമായിരിക്കുന്നു. പോയ കാലത്തെ പൈതൃകം തിരിച്ചുപിടിക്കണമെന്നാണ് പരിസ്ഥിതി സ്നേഹികളുടെയും ഈ നാട്ടുകാരുടെയും ആവശ്യം.